പ്രഭ മറ്റാരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കായിരുന്നോ? ആര് വന്നെന്നാ വിചാരിച്ചേ? ആ ഇസബെല്ല പോയിട്ട് കുറച്ചു നേരമേ ആയുള്ളൂ. എന്തെങ്കിലും മറന്നു വെച്ചിട്ടോ മറ്റോ തിരിച്ചു വന്നാണെന്ന് കരുതി. അവൾ ഇവിടെ വന്നോ? എന്തിനാ അവൾ ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയേ? നന്ദനെ കാണാൻ. എന്നിട്ട് കണ്ടോ? തല്ലേണ്ടതേ നിന്നെയാ. അവളെ എന്തിനാ ഈ വീട്ടിലോട്ട് കയറ്റിയേ? നന്ദന്റെ ജീവിതം തകർത്തത് ആ ദുഷ്ടയാ. നീയേ ഒരു കാര്യം ചെയ്, ഇനി വന്നാ തിരിച്ചയക്കണ്ട, ഇവിടെ അങ്ങ് കയറ്റി താമസിപ്പിച്ചോ. ചന്ദ്രമതി, നന്ദനും ഇസബെല്ലയും തമ്മിൽ ഫ്രണ്ട്സാ, അത്രേ ഉള്ളൂ. ഫ്രണ്ട്സ്? ഞാനും കണ്ടിട്ടുണ്ട് കുറെ ഫ്രണ്ട്സിനെ. അതുമല്ല, നമുക്കും ഇല്ലേ കുറെ പരിചയക്കാര്. അവർക്കൊപ്പം ഹോട്ടൽ മുറിയിൽ ചെന്നിരുന്നിട്ടാണോ നമ്മള് ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നത്? പറ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ നന്ദനും ഇസബെല്ലയും ഹോട്ടലിൽ ഒരു റൂമിൽ ഇരിക്കുന്നെ. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോ നന്ദൻ എന്നെ അവഹേളിച്ചതൊക്കെ നിനക്കറിയില്ലേ? ദേവിക അവര് രണ്ടിനെയും കൈയോടെ പിടിച്ചതല്ലേ ഒരു ഹോം സ്റ്റേന്ന്. എന്നിട്ട് നീ പറയുന്നു അവര് ഫ്രണ്ട്സ് ആണെന്ന്. അവള് ഫ്രണ്ടല്ല, ഫ്രോഡാ. ഞാനിവിടെ വേണമായിരുന്നു, വാട്ടവും പലിശയും ചേർത്ത് കൊടുക്കുമായിരുന്നു. ചന്ദ്രമതി, നിലവിട്ട് നിൽക്കാ ഞാൻ. ആരാ നല്ലത്, ആരാ കുഴപ്പക്കാരെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. ഇസബെല്ലയ്ക്ക് നന്ദന്റെ കാര്യങ്ങൾ പലതും അറിയാം. ആപത്തിൽ നന്ദനെ രക്ഷിച്ചവളാ. അവൾ ഇവിടെ വന്നാ ഇങ്ങോട്ട് കയറണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അവള് നന്ദനെ എങ്ങനെ രക്ഷിച്ചു? രക്ഷിച്ചാലും ചതിച്ചാലും നിനക്കത് തിരിച്ചറിയാൻ പറ്റില്ലല്ലേ? നന്ദന്റെ കൈകൊണ്ട് ഋഷി അപായപ്പെട്ടതിന് ശേഷം കേസാകുന്നുള്ള സമയത്ത് ഇസബെല്ലയും കെവിനും അവനെ സപ്പോർട്ട് ചെയ്തു. അതല്ലേ നീ പറഞ്ഞ ഈ രക്ഷിക്കല്? യഥാർത്ഥ ഫ്രണ്ട്സ് ആണെങ്കിൽ ആദ്യം അവര് വീട്ടിൽ വന്ന് നിങ്ങളോടും കൂടി ആലോചിക്കുമായിരുന്നു. ദേവികയെ അറിയിക്കും. ഇസബെല്ലയും കെവിനും നന്ദനും കൂടി ചേർന്ന് എല്ലാം മൂടി വെച്ചു. നീയും അതിന് കൂട്ടുനിന്നു. അവസാനം എല്ലാം അലങ്കോലമായി, ചന്ദ്രോത്ത് സ്വസ്ഥതയില്ലാതായി, ദേവിക ഇറങ്ങിപ്പോവുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും ദേവികയെ നീ ആദ്യമേ അറിയിക്കണമായിരുന്നു. എങ്കിൽ ഈ ഒരു അവസ്ഥയിൽ എത്തില്ലായിരുന്നു. അതെങ്ങനെയാ? എല്ലാം മൂടി വെച്ചു. ആന്റി എപ്പോ വന്നു? ദേ ഇപ്പൊ വന്നേ ഉള്ളു മോളെ. നിന്നെക്കുറിച്ച് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നെ. ആശുപത്രിയിൽ എങ്ങനെയുണ്ട് മോളെ? നാളെ ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞേ. അച്ഛനെ കണ്ട് അതൊന്ന് പറയാൻ കൂടിയാ വന്നത്. അച്ഛനില്ലേ അമ്മേ? ഇല്ല മോളെ, പുറത്തു പോയിരിക്ക. ആരെയോ കാണണമെന്നും പറഞ്ഞു. എന്തായാലും മോളെ ഇവിടെ വെച്ച് കാണാൻ പറ്റിയല്ലോ. സത്യത്തില് നിങ്ങൾ രണ്ടുപേരെ ഒരുമിച്ച് കണ്ടപ്പോ എനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയ പോലെയാ തോന്നുന്നത്. ദേവിക, എങ്ങനെ നന്ദനെ രക്ഷിക്കണം?